നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 3 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഭവനത്തിൽ മംഗളകരമായ കാര്യങ്ങൾ അരങ്ങേറാൻ സാധ്യതയുള്ള ദിവസമാണിത്. വിവാഹം, കുടുംബത്തിൽ പുതിയ അംഗത്തിന്റെ വരവ്, ഗൃഹപ്രവേശം തുടങ്ങിയ ശുഭകാര്യങ്ങൾ നടക്കാൻ യോഗം കാണുന്നു. ഐശ്വര്യം നിറഞ്ഞ അനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പ്രണയകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കാൻ അനുകൂലമായ സമയമാണിത്. തൊഴിലിടങ്ങളിൽ ഉയർന്ന പദവികൾ തേടിയെത്തുന്നത് മനസ്സിന് സന്തോഷം നൽകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ചില മാനസിക വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. കുടുംബാംഗങ്ങളുമായി വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ വാക്കുതർക്കത്തിന് സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കാൻ ശ്രദ്ധിക്കുക. കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യുന്നത് ഗുണകരമാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. പുതിയ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത വേണം. അനാവശ്യ കൂട്ടുകെട്ടുകൾ അപമാനത്തിന് കാരണമായേക്കാം. തൊഴിൽപരമായ ക്ലേശങ്ങളും അമിത ആഡംബര പ്രിയത്വവും ശാരീരിക ക്ഷീണവും അനുഭവപ്പെട്ടേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. മനസ്സിൽ സന്തോഷം നിറയുന്ന ദിവസമാണിത്. നിയമപരമായ കാര്യങ്ങളിൽ വിജയവും സാമ്പത്തിക ലാഭവും ഉന്നത സ്ഥാനലബ്ധിയും ഉണ്ടാകും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവർക്കൊപ്പം സമയം ചെലവഴിക്കുവാനും ഇന്ന് അവസരം ഉണ്ടാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സാമ്പത്തികമായ അല്പം പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം. തൊഴിൽപരമായ മാറ്റങ്ങൾക്കോ ജോലിയിൽ ക്ലേശങ്ങൾ വർദ്ധിക്കാനോ സാധ്യത കാണുന്നു. നിലവിലുള്ള തൊഴിൽ സംരക്ഷിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. പ്രണയിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ലഭിക്കുന്ന ശുഭദിനമാണിത്. ദീർഘനാളായുള്ള മാനസിക വിഷമങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ബന്ധുക്കളുമായുള്ള ഇടപഴകലുകളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക. കലഹങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അലർജി, വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ കരുതൽ എടുക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. പുണ്യതീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. അലങ്കാര വസ്തുക്കളും ആഗ്രഹിച്ച സാധനങ്ങളും സ്വന്തമാക്കാൻ സാധിക്കും. ദീർഘനാളായി വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വരാൻ സാധ്യതയുള്ള സമയമാണിത്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ആഗ്രഹിച്ച രീതിയിലുള്ള വിവാഹ ആലോചനകൾ വരാൻ ഇന്ന് യോഗമുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ദാമ്പത്യ ഐക്യവും തൊഴിൽ വിജയവും ഈ രാശിക്കാർക്ക് സന്തോഷം നൽകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് വാത ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ജാഗ്രത പാലിക്കണം. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ കഠിനമായി പ്രയത്നിക്കേണ്ടി വരും. അപരിചിതമായ മേഖലകളിൽ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. തലവേദനയോ മറ്റ് ശിരോരോഗമുള്ളവർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.